ആയുർവേദ പാറ്റൻ്റ് ഔഷധങ്ങളുണ്ട്. അതിന് ഞങ്ങൾ ഗവൺമെൻറ് പാറ്റൻ്റ് തന്നിട്ടുണ്ട്. ആ മരുന്നുകളാണ് ഞങ്ങളെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മരുന്നുകളിലുള്ള അപൂർവമായിട്ടുള്ള ഔഷധ സസ്യങ്ങളാണ് ഞങ്ങളിവിടെ തന്നെ നട്ടു വളർത്തി ഞങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഞങ്ങളിവിടെ തന്നെ കളക്ട് ചെയ്ത് പിന്നെ അത് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ ഇവിടെ തന്നെ വെച്ച് തയ്യാർ ചെയ്ത് ആ മരുന്നുകൾ മാത്രമേ ഞങ്ങളുടെ രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. സവിശേഷതകൾ നിറയുന്ന ചങ്ങമ്പള്ളിയിലെ മറ്റൊരു സവിശേഷ കാഴ്ചയാണ് ഇവിടെ വളർത്തിയെടുക്കുന്ന ഈ ഔഷധ സസ്യശേഖരം. പാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾക്ക് മുകളിൽ പച്ചപ്പിൻ്റെ മേലാപ്പ് ചാർത്തുന്ന വൃക്ഷലതാദികളും ചങ്ങമ്പള്ളി എന്ന വൈദ്യപാരമ്പര്യ കുടുംബവും ഒരു നിത്യസത്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും മനുഷ്യനെ പ്രകൃതിയിൽ നിന്നും വേർപെടുത്താനാവില്ലെന്ന നിത്യസത്യത്തെ. കാലം അവശേഷിപ്പിച്ച ഈ അറിവുകളിലൂടെ വിജയകരങ്ങളായ പല പരീക്ഷണങ്ങളും നടത്തുവാൻ ചങ്ങമ്പള്ളി പാരമ്പര്യ വൈദ്യ കുടുംബത്തിന് ഇന്ന് സാധിച്ചിരിക്കുന്നു. ഇങ്ങനെ ഔഷധ സസ്യങ്ങളിലൂടെയും ഔഷധ വസ്തുക്കളിലൂടെയും നടത്തിയ പരീക്ഷണങ്ങളിലൂടെ നിരവധി മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ചങ്ങമ്പള്ളി പാരമ്പര്യ വൈദ്യ കുടുംബം വികസിപ്പിച്ചെടുത്തത്. ഈ ഔഷധ വസ്തുക്കളിലൂടെയും ഔഷധ സസ്യങ്ങളിലൂടെയുമുള്ള പരീക്ഷണങ്ങൾ നിദാനമായത് അറിവിൻ്റെ പുതിയ ലോകത്തിൻ്റെ നാന്ദി കുറിക്കലിനും വൈദ്യശാസ്ത്ര മേഖലയിലേക്കുള്ള ചങ്ങമ്പള്ളിയുടെ പുത്തൻ കാൽവയ്പ്പിനുമായിരുന്നു. ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ആയുർവേദ ചികിത്സ ആണ് നടത്തി വരുന്നത്. നമ്മളിത് ഇവിടെ ഞാൻ മാത്രം സെപ്പറേറ്റ് വ്യത്യസ്ത രീതിയിൽ ഒരു ചികിത്സാ സമ്പ്രദായം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അത് ആധ്യാത്മികതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ശരീരശാസ്ത്രം അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെ ജീവശക്തിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചിട്ട് ആ അറിവ് ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നാണ് അത് സമ്പാദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു ചൈതന്യമുണ്ട്. അപ്പോൾ ആ ചൈതന്യത്തെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൽ മെഡിസിന് അതാത് സമയത്ത് എന്തൊക്കെ ആവശ്യമാണോ ആ ആവശ്യമുള്ള മെഡിസിനുകൾ അതാത് സമയത്ത് സ്വന്തം മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരും. ആ ഉരുത്തിരിഞ്ഞ് വരുന്ന മരുന്നുകളാണ് നമ്മൾ സാധാരണ ഒരു പഠിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ കരുതി വെച്ചിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന മരുന്നും
ഈ മരുന്നും തമ്മിലുള്ള വ്യത്യാസത്തിൽ അതാത് സമയത്ത് ഓരോ രോഗി മുമ്പിൽ വരുമ്പോഴും ആ രോഗിയുടെ മാനസികാവസ്ഥ മനസ്സുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന മെഡിസിനാണ് കൊടുക്കുന്നത്. അല്ലാതെ മുൻകൂട്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള മെഡിസിനുകളൊന്നും ഒരു രോഗിക്കും കൊടുക്കലില്ല. വരുന്ന രോഗിയുടെ ആത്മശാന്തിയുടെ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ആത്മദുരന്തങ്ങൾ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ആത്മപീഡനങ്ങൾ ഇതെല്ലാം ഏതെല്ലാം വിധത്തിലാണോ അയാൾ അനുഭവിച്ചിട്ടുള്ളത്, അനുഭവിച്ച് തീരുന്ന സമയം എത്തിയിട്ടുണ്ടോ എന്നൊക്കെ രോഗി മുമ്പിൽ വരുമ്പോൾ യാദൃശ്ചികമായിട്ട് അറിയാൻ കഴിയും. അതനുസരിച്ചാണ് രോഗിക്ക് മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ പലപ്പോഴും ശാസ്ത്രീയമോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അപ്പുറത്തുള്ളതോ ആയിരിക്കാം. അതിന് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം തരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് ആധ്യാത്മികതയോട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഞങ്ങൾ എല്ലാവിധ രോഗങ്ങൾക്കും ചികിത്സിക്കുന്നുണ്ട്. സാധാരണയിൽ അങ്ങനെ ചങ്ങമ്പള്ളി ഫാമിലിയിലെ അധികം ആൾക്കാരും ഈ മർമ്മ ചികിത്സ എന്നുള്ള പേരിൽ ഒടിവ്, ചതവ്, ഉഴിച്ചിൽ മുതലായ ചികിത്സകളാണ് ചെയ്യൽ. അത് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള കുറേ മെത്തേഡുകൾ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ക്യാൻസർ, ട്യൂമർ, നട്ടെല്ലിനുണ്ടാകുന്ന തകരാറുകൾ, അങ്ങനെ ഞരമ്പുകൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ബ്രെയിൻ തന്നെയുള്ള കുഴപ്പങ്ങൾ, ട്യൂമർ, ക്യാൻസർ മുതലായ രോഗങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പ്രാധാന്യം കൊടുത്ത് ചികിത്സിക്കുന്നത് മുഴുവനും എല്ലാ സ്ഥലത്തു നിന്നും ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് വരുന്ന രോഗികളെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരെ പ്രത്യേകം ചികിത്സിച്ച് അവരിൽ കൂടി ഗവേഷണങ്ങൾ നടത്തി വിജയിപ്പിച്ച് അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള അനവധി രോഗികൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട്. പക്ഷേ ഞാനും മകളും ഈ വികസിപ്പിച്ചെടുത്ത സമ്പ്രദായം പൊതുവെ പുറമെ അറിയപ്പെടാത്ത ചില രീതികളിൽ കൂടിയാണ്. ഒന്ന്, രോഗം നിർണ്ണയിക്കുന്നത് വളരെ പുരാതന കാലമാർക്കുള്ള നാഡി പരീക്ഷ മുഖേന ആണ് രോഗനിർണ്ണയം നടത്തുന്നത്. അപ്പോൾ ഈ നാഡി പരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡേൺ സയൻസ് അനുസരിച്ച് ഹാർട്ടിൻ്റെ ബീറ്റ് അറിയാനും ഹാർട്ടിൻ്റെ മിടിപ്പ് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കണമെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് രോഗം നിർണ്ണയിക്കാനും രോഗം കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ടുണ്ടെങ്കിൽ ഒരു വീണയാണെങ്കിൽ അതിന് എത്ര കമ്പികൾ ഉള്ള വെച്ചാൽ വളരെ കുറച്ച് കമ്പികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നാദങ്ങളും രാഗങ്ങളും ആയിരക്കണക്കിന് നിന്ന് എടുക്കുന്നുണ്ട്. അതേപോലെ തലച്ചോറിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ മിടിപ്പുകളും പ്രവർത്തനങ്ങളും പ്രത്യേക രീതിയിലുള്ള ധമനികളുടെ ചലനാത്മകമായിട്ടുള്ള അവസ്ഥകളെ തിരിച്ചറിഞ്ഞിട്ടും തൊട്ടു നോക്കിയിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ രോഗം നിർണ്ണയിക്കാൻ കഴിയും. അങ്ങനെ നിർണ്ണയിക്കപ്പെട്ട രോഗങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ചില സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ നിർണ്ണയിക്കുന്ന രോഗങ്ങൾ മിക്കവാറും കറക്റ്റായി വരാറുണ്ട്. അത് കറക്റ്റാണോ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മോഡേൺ സയൻസും കൂടി പഠിച്ചിട്ടുള്ള മകള് BAMSൻ്റെ ബേസിൽ സ്കാനിങ്, എക്സ്റേ പോലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ, റിസൾട്ടുകൾ ഒക്കെ പരിശോധിച്ചിട്ട് ഞങ്ങളിങ്ങനെ കണ്ടുപിടിക്കുന്നതും അങ്ങനെ മറ്റ് മോഡേൺ സയൻസ് അനുസരിച്ച് കണ്ടുപിടിക്കുന്നതും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് ഏറെക്കുറെ വ്യത്യാസങ്ങളില്ലാത്ത രീതിയിലാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അതനുസരിച്ചുള്ള ചികിത്സകളും ചെയ്തു വരുന്നുണ്ട് അവിടെ. ഇന്ന് വളരെയധികം വിലപിടിപ്പുള്ള ഈ ഔഷധ സസ്യങ്ങൾ വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ അപൂർവ ഇനത്തിൽപ്പെടുന്നവയായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ,